അപ്പോൾ ഹലോ പിള്ളേരെ, അപ്പോൾ ഇന്ന് ഞായറാഴ്ചയല്ലേ. കുറേ നാളുകളായി ഞാൻ വിചാരിക്കുന്നു, അതായത് വെക്കേഷനായിട്ട് ഞങ്ങൾ എവിടെയും പോയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ആലപ്പുഴയിൽ വെളിയനാട് പറഞ്ഞത്. അപ്പോൾ അവിടെ പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പോകുന്ന വഴികളാണ് കേട്ടോ ഇതൊക്കെ. രണ്ട് സൈഡും വയലാണെന്ന് തോന്നുന്നു, കാരണം അതിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് റോഡ്. അപ്പുറം വയലാണ് കേട്ടോ. വയലൊക്കെ ഇത്രയും വെള്ളം, ഈ ചൂടത്ത് ഇത്രയും വെള്ളം എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അടിപൊളിയായിരുന്നു. തുടക്കത്തിലേ അങ്ങ് ഭയങ്കര വൈബായിരുന്നു കേട്ടോ. ഞാൻ എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട്, ഞാൻ മുഖം കണ്ടില്ല എന്നും പറഞ്ഞിട്ട് ഇനി അടുത്ത നോട്ടീസൊന്നും ഇറക്കല്ലേ എൻ്റെ മാമ. കാരണം ഞാൻ എല്ലാ വീഡിയോസിനകത്ത് എൻ്റെ മുഖം കാണിക്കുന്നുണ്ട്. ഇനി മുഖം കണ്ടില്ല, ഇത് ഇനി വല്ലവരെ കയ്യിൽ നിന്ന് എടുത്ത വീഡിയോസാണെന്നൊന്നും പറഞ്ഞു കളയല്ലേ. അല്ലാണ്ട് ഞാൻ കാറിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പുറം വെള്ളം കണ്ടോ. അങ്ങനെ ഞങ്ങളൊരു സൈഡ് ഒതുക്കിയപ്പോൾ അവിടെ നല്ല വെള്ളം കേട്ടോ. ഞാൻ ഇത്രയും വെള്ളം പ്രതീക്ഷിച്ചില്ല, ഇത്രയും ചൂടത്ത് ഇങ്ങനെ വെള്ളം കാണുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് കല്ലൊക്കെ എടുത്ത് എറിഞ്ഞ് ഇച്ചിരി നേരം അവിടെയൊക്കെ വൈബൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അടിപൊളിയായിട്ട് ചില്ലായത് ഇങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു കേട്ടോ. കാരണം നല്ല രസമുണ്ടായിരുന്നു നിൽക്കാം, പക്ഷേ ഇച്ചിരി ചൂടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും കാറിനകത്തൊക്കെ കയറി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എവിടേക്കായിരിക്കും ലക്ഷ്യം? ആലപ്പുഴയിൽ വന്നിട്ട് കള്ളുഷാപ്പിൽ കയറിയെങ്കിൽ പിന്നെ എന്ത് വൈബല്ലേ. ആലപ്പുഴയിൽ പോവുകയാണെങ്കിൽ പിന്നെ എന്താണ്, കള്ളുഷാപ്പിൽ കയറി നല്ല ഫുഡ് കഴിക്കണം. ഫുഡാണ് മെയിൻ. ഫുഡില്ലെങ്കിൽ പിന്നെ ജീവിതമില്ല. ഫുഡാണേ ഫുഡേ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ് നിറച്ച് നല്ല ആഹാരം കിട്ടണം കേട്ടോ. അതെവിടെയായാലും അവിടുത്തെ സ്പെഷ്യൽ എന്താണോ അതെനിക്ക് കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ മോന്തായും അത്രയും നല്ല സുഖത്തിലൊന്നല്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മെയിനായിട്ട് ഉദ്ദേശം ഒരു രാജപുരം എനിക്കത് ഇച്ചിരി സ്റ്റക്കായി പോയി കേട്ടോ. അത് ഞാൻ ഇച്ചിരി നേരം മിണ്ടാതെ നിന്ന്. രാജപുരം എന്നുണ്ട്, ഇരവിപുരം, രാജപുരം. ഞാൻ പറഞ്ഞ് ഇരവിപുരം ആലോചിക്കുമ്പോൾ രാജപുരം ഒന്നും കൂടി ആലോചിക്കുക. കാരണം ഞങ്ങളൊരു 10 വട്ടെങ്കിലും ആരെങ്കിലും എടുത്തെങ്കിലും ചോദിച്ചു കാണാം, അയ്യോ ആ കള്ളുഷാപ്പിൻ്റെ പേരെന്താണ്? രാജപുരം. വീണ്ടും ചേട്ടൻ ചോദിക്കും, അയ്യോടി ആ കള്ളുഷാപ്പിൻ്റെ പേരെന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇരവിപുരം ആലോചിക്കുക, അപ്പോൾ രാജപുരം ഓർമ്മ വരുന്നു. അപ്പോൾ ഈ രാജപുരത്തോട്ട് പോണ വഴികളാണ് കേട്ടോ ഇതെല്ലാം കാണും. രണ്ട് സൈഡും വെള്ളമാണ് കേട്ടോ. അതാ തുരുത്ത് കണ്ടോ, തുരുത്ത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ചേട്ടൻ പറയുന്നുണ്ട്, ഇവിടെ ഒരു ചക്കഗോപൻ ഉണ്ടായിരുന്നു, അറിയാവോ നീ നിൽക്കുന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഇന്നലെയും കൂടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ചേച്ചനെ കനയേറ്റില്ല, ഒത്തില്ല. ചേട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ തമാശ പറയുമ്പോൾ ചില സമയങ്ങളിൽ എനിക്ക് ചിലപ്പോൾ സിനിമയിൽ കാണുന്ന പേരുകളൊക്കെ ഞാൻ അങ്ങ് മറന്നു, അത് ആരാന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ കാര്യം ചോദിച്ചപ്പോൾ ഒത്തില്ല കേട്ടോ. അങ്ങനെ വീണ്ടും ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഈ സീനറി മൊത്തം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കിടന്ന് ഇങ്ങനെ വായിട്ട് അലച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കാണുന്നതിനേക്കാൾ അപ്പുറമാണ് കേട്ടോ ഇത് നേരിട്ട് കാണുന്നൊരു വൈബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമുക്കുണ്ടല്ലോ മനസ്സിനൊക്കെ ഭയങ്കര റിഫ്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റത്തില്ല. എൻ്റെ പൊന്നു മക്കളെ എന്തൊരു രസമായിരുന്നു അറിയാം. എനിക്കങ്ങ് സത്യം പറയാലോ എന്ത് രസമായിരുന്നു അറിയാം ഇത് കാണാനായിട്ട്. ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. ഫീലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫീലായിരുന്നു. കാണാൻ നല്ല, കണ്ണിനൊക്കെ നല്ല കുളിർമയും മനസ്സിനൊക്കെ നല്ല കുളിർമയും തെറ്റിപ്പോയിടേ, ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വൈബായിരുന്നു. തുരുത്തുകൾ കണ്ടു, അവിടെ വീടുകൾ കണ്ടു. ഇടയ്ക്ക് എൻ്റെ മുഖം കാണണമല്ലോ, അതാണ് ഇടയ്ക്ക് ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്തിട്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. കടകളൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെയുള്ളൊരു കടയിലൊക്കെ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ ഒരു 9:30 നേരത്തൊക്കെ മുട്ട പുഴുങ്ങി തിന്നണം എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ എന്തോ ചെയ്യും? വെളിച്ചെണ്ണ വാങ്ങിക്കാൻ എന്തോ ചെയ്യും? രാവിലെ എണീറ്റ് എവിടെ പോകും? ഇതൊക്കെയായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. കാരണം ഞാൻ രാവിലെ ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി തെണ്ടി നടക്കാറുണ്ട്. കാരണം രാത്രി ഒരു കാര്യങ്ങളും ഞാൻ ആലോചിക്കത്തില്ല. രാവിലെ ആയിരിക്കും അരി തീർന്നു, മല്ലി തീർന്നു, മുളക് തീർന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുക. അടുക്കളയിൽ കയറുമ്പോഴാണ് അടുക്കളത്തെ കാര്യം പറഞ്ഞത്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ബാക്കിൽ നമ്മുടെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ട്. അവരെ ഞാൻ മുഖങ്ങളൊന്നും കാണിക്കുന്നില്ല. അഥവാ ഇനി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അയ്യോ എന്തിനാടി എൻ്റെ മുഖം കാണിച്ചതെന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരത്തില്ലേ. അതുകൊണ്ട് അവരെ മുഖമൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രാജപുരത്തെത്തി മക്കളെ. രാജപുരം കള്ളുഷാപ്പിലെത്തി. അതാ ഞങ്ങളിങ്ങനെ എന്താ പറയുക, ബോട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കാത്തു നിന്ന് കണ്ണ് കഴിച്ചു. ബോട്ട് വരുന്നു. ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ബോട്ടാണ് കേട്ടോ അത്. ഞങ്ങളിങ്ങനെ ഒക്കെ ഊതി നോക്കി. ഞങ്ങളൊരു പിയും കൊണ്ടുപോയിട്ട്, അറിയത്തില്ല, കുത്ത് അതും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് ദണ്ടേ സേട്ടൻ വരുന്നു കേട്ടോ. സേട്ടൻ ബോട്ടുമായി വരുന്നു.
സേട്ടാ വേഗം വയ്യോ, വേഗം വയ്യോ, വേഗം വയ്യോ ഫുഡ് കഴിക്കാൻ. അങ്ങനെ ചേട്ടൻ വന്ന് ചേട്ടൻ ഞങ്ങളെ കൊണ്ടുപോയി. ഇടയ്ക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയപ്പോൾ അയ്യോന്ന് ഞാനിങ്ങനെ വിളിച്ചു കേട്ടോ. അങ്ങനെ വിളിച്ച്, കാരണം ഇത് ഇടയ്ക്ക് ഇങ്ങനെ മറയുമുണ്ടല്ലോ, നമുക്കങ്ങ് സത്യം പറഞ്ഞാൽ പേടിയാവും. അങ്ങനെ ഞങ്ങൾ ബോട്ടിനകത്തൊക്കെ കയറി സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല കാറ്റായിരുന്നു കേട്ടോ. ബോട്ടിനകത്ത് കയറിയപ്പോൾ അത്രയും നേരം ചൂടത്ത് നിൽക്കുന്നതിന് ബോട്ടിനകത്ത് കയറിയപ്പോൾ നല്ല കാറ്റായിരുന്നു. ഞാൻ വേർത്തങ്ങ് കുളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും വേറെ വള്ളങ്ങളും, ഓരോരുത്തരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഓരോരോ വള്ളങ്ങളുണ്ട് കേട്ടോ. നമുക്കിവിടെ സ്കൂട്ടറുള്ള പോലെയാണ് ഓരോരുത്തരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഓരോ വള്ളങ്ങൾ. അതായത് തൃശ്ശൂർക്കാരൊക്കെ വഞ്ചി എന്ന് പറയും, ഇവിടെ കൊല്ലംകാരുടെ അടുത്ത് വഞ്ചി എന്ന് പറഞ്ഞാൽ അവർ ഭണ്ഡാരം, അതായത് നമ്മളവിടെ കാശിടുന്നതൊക്കെയാണ് വഞ്ചി. നമ്മൾ അവിടെ വള്ളത്തിനെ വഞ്ചി എന്ന് പറയും, ഇവിടെ കാശിടത്തിൻ്റെ ഭണ്ഡാരത്തിനെയാണ് വഞ്ചി എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്താറായി കേട്ടോ, രാജപുരത്ത് എത്താറായി. അങ്ങനെ ഞങ്ങൾ രാജപുരത്ത് എത്താറായി. ഈ രാജപുരം എന്ന് പറയുന്നത് ഒരു സ്ഥലപ്പേരൊന്നുമല്ല കേട്ടോ. രാജപുരം എന്ന് പറയുന്നത് ഒരു കള്ള് ഷാപ്പിൻ്റെ പേരാണ്. അങ്ങനെ ഞങ്ങൾ ബോട്ടിനകത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ നേരത്തെ പോലെ പറഞ്ഞെന്ന പോലെ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ. കാരണം അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. അങ്ങനെ ഞങ്ങൾ ഷാപ്പിലൊക്കെ കയറി. ഫസ്റ്റ് നമുക്ക് ആദ്യം ഞങ്ങൾ കള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചു പിള്ളേരൊന്നും കാണണ്ട കേട്ടോ, വലിയവരൊക്കെ കണ്ടോ വേണമെങ്കിൽ. അത് ഞാൻ തുടക്കത്തിലേ വേണമെങ്കിൽ അതൊരു ക്യാപ്ഷനായിട്ട് കൊടുക്കാം. ഇനി ഇത് കണ്ടിട്ട് ആരും അനുകരിക്കരുത്, എനിക്കുള്ള പണി മേടിച്ച് തരരുത്. അപ്പോൾ കള്ളൊക്കെ കിട്ടിയതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യം 2 ഗ്ലാസ്സിലങ്ങ് ഒഴിച്ചിട്ട് ചീയേഴ്സൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആദ്യം കഴിച്ച്. എൻ്റെ ചേട്ടൻ്റെ ബെസ്റ്റ് കമ്പനി എന്ന് പറഞ്ഞ് ഞാനാണ്. അപ്പോൾ ഞാൻ ആദ്യം കമ്പനി കൊടുത്തു. പിന്നെ പൊറോട്ട വന്നു, അപ്പം വന്നു, പിന്നെ എന്താ വന്നത്, ഞണ്ട് കറി വന്നു, പിന്നെന്തുവാ കപ്പ വന്നു, പിന്നെ വാളക്കറി വന്നു, വരാല് പൊള്ളിച്ചത് വന്ന്. ഈ വരാലാണ് ഇപ്പോൾ തുറക്കുന്നത്. വരാല് കുട്ട സൂപ്പറായിരുന്നു കേട്ടോ. വണ്ടിപ്പരിപ്പൊക്കെ വെച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ചപ്പോഴുണ്ടല്ലോ, എൻ്റെ സാറേ ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു. അങ്ങനെ അണ്ണനാണ് ഫസ്റ്റ് അതിൻ്റെ ഇനോഗ്രേഷൻ നടത്തിയത് കേട്ടോ. ചേട്ടൻ ഇങ്ങനെ നീക്കി വെച്ച് ആരെടുക്കുന്ന ആരെടുക്കാണ്ടായപ്പോൾ ചേട്ടൻ തന്നെ ഫസ്റ്റ് പീസ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ നുള്ളി എടുത്ത് മുക്കി വായിലോട്ട് വെച്ച്. സൂപ്പർ അടി എന്ന് പറയാം കേട്ടോ. സൂപ്പർ. പിന്നെ എൻ്റെ വീഴാമായിരുന്നു. ഞാനും മോശമല്ലെന്നറിയാലോ ഫുഡിനോട്. അങ്ങനെ ഞാൻ പിന്നെ ഒരു ഇച്ചിരി പാലപ്പൊക്കെ ആയിട്ട് ഇച്ചിരിയൊക്കെ വെച്ചിട്ട് വായിക്കകത്ത് വെച്ചപ്പോൾ എൻ്റെ പൊന്നു സാറേ സ്വർഗം. എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് ഇത് കണ്ടിട്ട്. അപ്പം ഞാൻ ടച്ചിങ്സിനായിട്ട് ഒരു ചായക്ക് പകരം ഞാൻ ഇച്ചിരി കള്ളെടുത്ത് മോന്തി. പിന്നല്ല, നമ്മളെങ്ങോട്ടെങ്കിലുമൊക്കെ വരുമ്പോഴല്ല എൻജോയ് ചെയ്യുന്നത്. ഇങ്ങനെയെങ്കിലും എൻജോയ് ചെയ്തില്ലെങ്കിൽ വയസ്സാം കാലത്ത് മലന്ന് കിടന്ന് കസാരക്കകത്ത് കിടന്ന് ആലോചിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വൈബ് വേണ്ടേ. അങ്ങനെ പിന്നെ വീണ്ടും എനിക്കിഷ്ടപ്പെട്ടപ്പോഴൊക്കെ ഞാനെടുത്തങ്ങ് കുടിച്ചായിരുന്നു. കൂടെ വന്നോളൊന്നും കഴിച്ചില്ല കേട്ടോ, അവൾ പാവാണ്. അവൾ പെപ്സി കുടിച്ച് ആശ നിറവേറ്റി. അങ്ങനെ വീണ്ടും കണ്ടോ, ഇവിടെ ഒരുപാട് ഫാമിലീസൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ രാജപുരം ഫാമിലി റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് ആ വഴി തന്നെയാണ് വന്നത്. അങ്ങനെ കാറ് ഒന്ന് സ്ലോ ചെയ്ത് സ്ലോലി സ്ലോലി നിർത്തടേ വണ്ടി, നിർത്ത്. നിർത്തി. ഇപ്പം അതിനകത്തുനിന്ന് ഷാരൂഖ് ഖാൻ ഇറങ്ങും കേട്ടോ. അതാ ചേട്ടൻ ഇറങ്ങി. സ്ലോ മോഷൻ കാറടക്കി. വന്ന് സെറ്റ് മതിയുടെ ഞാൻ ക്യാമറയിലിരിക്കുക. അങ്ങനെ ഞാൻ ആഘോഷത്തോടെ. പിന്നെ നമ്മളിവിടെ പോയത്, ഈ പാലത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പക്ഷേ ഈ പാലം ഇടത്തോ പള്ളിയൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞൊക്കെ വന്ന് കയറുന്ന സംഭവമാണ്. ഒരു ഹൗസ് ബോട്ട് വരുന്ന കണ്ടോ, അതിനകത്ത് കുറേ മദാമകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര എൻജോയ്മെൻറ്റൊക്കെ ആയിട്ട് അവിടെ നിൽക്കുകയൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ സൂം ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു സൂം ചെയ്യണ്ടേ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഒരു ഹൗസ് ബോട്ടിൽ. ടാറ്റാ ഞാനും അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. കാത്തിരുന്ന് കണ്ണ് കഴച്ചു. അങ്ങനെ ഞാൻ നോക്കിയിരുന്ന് ഞാൻ ഇച്ചിരി കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഒന്ന് സൂം ചെയ്യണോ, എന്നാൽ പിന്നെ സൂം ചെയ്യാമെന്ന് വിചാരിച്ചിങ്ങനെ നോക്കി. പക്ഷെ എൻ്റെ ഫോൺ അത്രയും ക്ലാരിറ്റി എനിക്ക് തോന്നിയില്ല കേട്ടോ സൂം ചെയ്തപ്പോൾ. അങ്ങനെ കണ്ടോ, സൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരു ഭാവഭേദ വ്യത്യാസമില്ലാതെ ഒരു മാതിരി ബ്ലറായി. ഇപ്പം ശരിയായി. അങ്ങനെയായിട്ട് നിൽക്കുന്നത്. പിന്നെ ഞാനൊന്നും കൂടി ഒന്ന് സൂം ചെയ്ത്. അപ്പോൾ ഞങ്ങളുടെ ആലപ്പുഴ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ സീ യു. പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം.